ഷാഫി പറമ്പിൽ എം.പി. ഒക്കെ തലസ്ഥാനത്ത് നടക്കുന്ന യൂത്ത് വിപ്ലവത്തെ കണ്ടിട്ടേയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടേയില്ല. മൂരിക്കുട്ടന്മാരുടെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആണ്, ഹീറോയാണ് പോലും. ഒന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എടുത്തൊന്ന് പരതി. എവിടെയെങ്കിലും ഒരിടത്ത് ആ ചെറുപ്പങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വരി എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കി. എങ്ങും കാണാനില്ല. ഇന്നലകളിൽ സംഘപരിവാർ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ യുവത്വങ്ങളെ തല്ലിച്ചതച്ച ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ആകുലതയോ വ്യാകുലതയോ ഉള്ള വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വരിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുതിയേനെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിജൃംഭിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ കണ്ടത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ. അത് തെറ്റൊന്നുമല്ല, ഇടാൻ പാടില്ല എന്നല്ല. പക്ഷെ ആ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ കാണാൻ കാണിച്ചതിന്റെ ആവേശവും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ള ആ ഊർജ്ജസ്വലതയും, ഒന്ന് കേന്ദ്ര തലസ്ഥാന നഗരമായിട്ടുള്ള ഡൽഹിയിൽ നടക്കുന്ന അക്രമ സമരങ്ങളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടുന്നില്ലെങ്കിൽ എത്ര സേഫ് സോണിൽ നിന്നാണ് ഷാഫിയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് നാടിന് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. എവിടങ്ങളിലൊക്കെ പ്രതിസന്ധി ഉണ്ടോ, എവിടങ്ങളിലൊക്കെ ആശങ്കപ്പെടുന്ന മനുഷ്യരുണ്ടോ, അവിടങ്ങളിലൊന്നും കോൺഗ്രസുകാരുടെ സൂപ്പർ സ്റ്റാറുകളെ കാണാൻ പറ്റില്ല. അവർ ആ വഴി സഞ്ചരിക്കാറില്ല. അവിടങ്ങളിൽ ചെന്നൊരു ഐക്യപ്പെടലോ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറില്ല. ഇവരൊക്കെയാണ് വരുംകാല സൂപ്പർ സ്റ്റാർ എന്നും വരുംകാല രാഷ്ട്രീയ ഹീറോ എന്നും പറയാൻ നാണവും ഉളുപ്പുമില്ലേ എന്ന് ഈ നാട്ടിലെ കുറേയേറെ സോഷ്യൽ മീഡിയ മുകുളങ്ങളോട് ചോദിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്ത് ഇതുപോലൊരു പ്രതിഷേധം ഒരിക്കലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിക്കുന്നവർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കെൽപ്പില്ല, ശേഷിയില്ല. പക്ഷെ ഇപ്പോഴും മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് പിടിച്ച് അതിൽ വലിയ സംഭവമായി നടക്കുന്നവർ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം വരുമ്പോൾ അതിൽ പ്രകടിപ്പിക്കുന്ന മൗനം, അത് രാഹുൽ ഗാന്ധിയിൽ തുടങ്ങി ഷാഫി പറമ്പിലെത്തിയാലും സോഷ്യൽ മീഡിയക്കകത്ത് റീൽസ് ഇട്ട് കളിക്കുന്നതിനപ്പുറം ഫീൽഡിൽ ഇറങ്ങി കളിക്കാൻ ഇവരൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെ കൊണ്ട് കഴിയാത്തത് ഈ നാട്ടിലെ രാഷ്ട്രീയത്തിൽ അതീതമായി നിന്ന് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ കിടന്ന് തുലയട്ടെ എന്ന് വിചാരിക്കുന്ന ഈ രാഷ്ട്രീയ മനോഭാവമാണ് നമ്മുടെ നാട്ടിലെ മൂരികളുടെ ഹീറോ എങ്കിൽ എത്ര അധപ്പതിച്ചൊരു ഹീറോയാണ് നിങ്ങൾക്കുള്ളത്. നാട്ടിൽ ഇല്ലാത്തിടത്ത് പോയി മതം വിഷം കലക്കാനും മതവികാരം ഉണർത്താനും കഴിയുന്ന വെറും ഊതിപ്പെരിപ്പിച്ച സോഷ്യൽ മീഡിയ ബലൂണിനപ്പുറം ഷാഫി പറമ്പിലൊക്കെ ഉള്ളുപൊള്ളയായ, അല്ലെങ്കിൽ അകക്കാമ്പില്ലാത്ത, കേവലം ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചൊതുങ്ങുന്ന വെറും തരംതാണ രാഷ്ട്രീയക്കാരനാണെന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ച സന്ദർഭമാണ്. വിലയിരുത്തേണ്ടവർക്ക് വിലയിരുത്താം, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അളന്നു നോക്കേണ്ടവർക്ക് അളന്നു നോക്കാം. ഏതൊരു വ്യക്തിയെയും നമ്മൾ തിരിച്ചറിയുന്നത്, അയാളുടെ രാഷ്ട്രീയക്കാരനിലെ കെൽപ്പ് മനസ്സിലാക്കുന്നത് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നു എന്നതാണ്. അത് രാഹുൽ ഗാന്ധിയിൽ നോക്കിയാലും ഷാഫി പറമ്പിൽ നോക്കിയാലും ഇവരൊന്നും ഒരു കാര്യത്തിനും ഫീൽഡിൽ കാണില്ല, പക്ഷേ ക്യാമറകൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ഇവർക്ക് ശേഷിയില്ലാത്തവരാണ്. ഡയലോഗ് അടിച്ച് പൊലിപ്പിക്കുന്നവർ മാത്രമാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ മൂരിക്കുട്ടികൾ ആഘോഷിക്കുന്ന സൂപ്പർ സ്റ്റാർ ഹീറോ എന്ന് തെളിയിച്ച സന്ദർഭം കൂടിയാണ് ഇത്.